ഹലോ എവറി വൺ, ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ്. നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ കണ്ടിന്യൂഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റാണ് കവർ ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുൻപ് പി എന്ന് പറയുന്നൊരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. പി എന്ന് പറയുന്നൊരു സെറ്റാണ് എടുക്കുന്നത്. ഞാൻ എ ബി സി എലമെൻറ്റ്സ് എടുക്കുന്നു, പി എന്ന് പറയുന്ന സെറ്റ്. ആൻഡ് ക്യൂ എന്ന് പറയുന്ന സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് കുറച്ച് ആളുകളുടെ പേരാണ്. അലി, ഭാനു, ബിനോയ്, ചന്ദ്രു ആൻഡ് ദിവ്യ. ഇങ്ങനെ 5 ആളുകളുടെ പേരാണ് എൻ്റെ ക്യൂ എന്ന് പറയുന്ന സെറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്തവരാണ്. സോ നമുക്ക് പി ക്രോസ് ക്യൂ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. പി ക്രോസ് ക്യൂ എന്താണ് വരിക? എ അലി. ഞാൻ ഈ ആളുകളുടെ പേരൊക്കെ ഞാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ച് സൂചിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബി ക്യാപിറ്റൽ എ, അലിയാണ് കേട്ടോ, ക്യാപിറ്റൽ എ. സോ എ അലി ആയിട്ട് വന്നു, ബി അലി ആയിട്ട് വന്നു, സി അലി ആയിട്ട് വന്നു. അതേപോലെ തന്നെ എ നമുക്ക് ഭാനു ആയിട്ട് വരണം. എ ഭാനു വരുന്നു, ബി ഭാനു വരികയാണ്, ആൻഡ് സി ഭാനു. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ക്രോസ് ക്യൂവിൽ എത്ര എലമെൻറ്റ്സ് ആണ് വരിക? 3 × 5 15 എലമെൻറ്റ്സ് ആണ് പി ക്രോസ് ക്യൂവിൽ നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതൊന്ന് നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു സബ്സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് എലമെൻറ്റ്സിന് ഞാൻ കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. അതായത് ഒരു പുതിയൊരു സബ്സെറ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ചോയ്സ് ചെയ്യാൻ പോവാണ്, അതായത് ചൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാൻ ആ സെറ്റിനെ R എന്ന് വിളിക്കുകയാണ്. ആൻഡ് അതിന് ഞാൻ സെറ്റ് ബിൽഡ് ചെയ്യാൻ പോവാണ്. എൻ്റെ എലമെൻറ്റ്സ് XY എന്നുള്ള ഫോർമാറ്റിലായിരിക്കണം. സെറ്റിൽ XY എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഓർഡേർഡ് പെയർ ആണ്. ഓക്കെ, ഓർഡേർഡ് പെയർ XY എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? X ഈസ് ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് നെയിം Y. ഓക്കെ, ആൻഡ് X ബിലോങ്സ് ടു P ആയിരിക്കണം, Y ബിലോങ്സ് ടു Q ആയിരിക്കണം. ഓക്കെ, Q എന്ന് പറയുന്ന സെറ്റിലുള്ള ആളുകളുടെ പേരാണ് Y. ആൻഡ് X എന്ന് പറയുന്നതോ ഈ Y എന്ന നെയിമുകൾ, അതായത് സ്മോൾ ലെറ്റേഴ്സ് Y ആണ് ഞാൻ ക്യാപിറ്റൽ Q എന്ന് എടുക്കുന്നത്. അതിലുള്ള ആളുകളുടെ പേരുകളുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് എന്ത്? X ആയിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ എനിക്ക് പിയിൽ A B C ആണ് കയ്യിലുള്ളത്. സ്മോൾ ലെറ്റേഴ്സ് A B C ആണ് കയ്യിലുള്ളത്. അപ്പം എയും ബിയും സിയും വെച്ച് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുകളുണ്ട് ക്യൂവിൽ? എ ആയിട്ട് അലി ഒരു കോംബോ കിട്ടി, ബി ആയിട്ട് ഭാനു വരാം ആൻഡ് ബിനോയ് വരാം, സി ആയിട്ട് ചന്ദ്രു, ദിവ്യ ആയിട്ട് എന്തെങ്കിലും അവിടെ വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇത് അവിടെ നോക്കിക്കേ, ഞാൻ എ ബി സി എന്ന് പറയുന്ന ഒരു സെറ്റ്. ആൻഡ് എനിക്ക് അടുത്തത് അലി, ഭാനു, ബിനോയിനെയും ബി ആയി റെപ്രസെന്റ് ചെയ്യാണ്, ആൻഡ് ചന്ദ്രു, ദിവ്യ. ഇത്രയാണ് വരുന്നത്. എനിക്ക് ഈ R എന്ന് പറയുന്ന സെറ്റ് പ്രകാരം എങ്ങനെയൊക്കെയാണ് വരുന്നത്? എയും തമ്മിലൊരു കണക്ഷൻ, ആൻഡ് ബിയും തമ്മിൽ വരുന്നു, ബിയും ബിനോയും ഭാനു ആയിട്ട് വരുന്നു, ആൻഡ് സി വരുന്നത് ചന്ദ്രു ആയിട്ട്. ദിവ്യയായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ ഇവിടെ സെറ്റ് പിയിൽ എലമെന്റ് ഉണ്ടോ? ഇല്ല. ആളുകളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കണം സെറ്റ് പിയിൽ ഉണ്ടായിരിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു എലമെന്റ് അവിടെ ഇല്ല. സോ എനിക്ക് അവിടെ ഒരു കണക്ഷൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാൻ റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കുമ്പോൾ എന്താണ് വരുന്നത് നോക്കിക്കേ. ഇതാ റോസ്റ്റർ ഫോം നോക്കിയാ, എ അലി ആൻഡ് ബി ഭാനു ആൻഡ് ബി ബിനോയ് ആൻഡ് സി ചന്ദ്രു. ഓക്കെ, ഞാൻ ക്യാപിറ്റൽ സി ആക്കി എഴുതാണ് ചന്ദ്രു. നിങ്ങൾക്ക് പേര് മുഴുവനായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഓർഡേർഡ് പെയർ ആയിട്ട് വരുന്ന R എന്ന് പറയുന്ന സബ്സെറ്റ്. ഞാൻ പി ക്രോസ് ക്യൂ എന്ന് പറയുന്ന ഒരു വലിയ സെറ്റിൽ നിന്ന്, അവിടെ 15 എലമെൻറ്റ്സ് ഉണ്ട്, അതിനകത്ത് നിന്ന് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് എടുക്കുകയാണ് എന്ത്? R എന്ന് പറയുന്ന ഒരു സബ്സെറ്റ്. ഓക്കെ, ഇവിടെ R എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത്? 4 എലമെൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ കാണുന്ന ഈ ഒരു കാര്യമാണ് എന്ത്? നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കാൻ പോകുന്നത് റിലേഷൻസ്. എന്താണ്? റിലേഷൻസ്. അപ്പോൾ ഞാനിതാ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. നിങ്ങൾ ഡെഫിനിഷൻ നോക്കുക.
റിലേഷൻസ്. റിലേഷൻസ് ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ. എൻ്റെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ഞാനിപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ആൻഡ് നോൺ എംപ്റ്റി സെറ്റ് ബി, അവിടെ ഞാൻ ആ ലിസ്റ്റ് ഓഫ് പേരുകൾ കൊടുക്കുകയാണ്. ഈസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. ഞാനിവിടെ പി ക്രോസ് ക്യൂ കണ്ടിരുന്നു, അവിടെ 15 എലമെന്റ്സ് ഉണ്ട്. അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് എന്ത്, ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിലേഷൻ ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ ടു നോൺ എംപ്റ്റി സെറ്റ് ബി എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. ക്ലിയർ ആണല്ലോ. ആൻഡ് ആ സബ്സെറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. സബ്സെറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ ഡിസ്ക്രൈബിങ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് എലമെന്റ് ആൻഡ് ദ സെക്കൻഡ് എലമെന്റ് ഓഫ് ദ ഓർഡർഡ് പെയർസ് എ ക്രോസ് ബി. ഇവിടെ എ ക്രോസ് ബിയിലുള്ള ഫസ്റ്റും സെക്കൻഡും എലമെന്റ് തമ്മിൽ എനിക്കൊരു എന്ത് കണ്ടുപിടിക്കാം, ഒരു റിലേഷൻ കണ്ടുപിടിക്കാം. അവർ തമ്മിൽ എന്തോ ഒരു ഡിസ്ക്രൈബിങ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതെന്താണ്? ഇവിടെ ഞാൻ തന്നിട്ടുള്ള റിലേഷൻ എന്താണ്? ഈ പേരിന്റെ ആദ്യാക്ഷരമായിരിക്കണം ഫസ്റ്റ് എലമെന്റ്, ആൻഡ് സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത്, ഓർഡർഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് പേരുമായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് 4 എലമെന്റ്സ് വരുന്ന ഒരു സെറ്റ് കിട്ടി, എനിക്ക് ഒരു സബ്സെറ്റ് കിട്ടി, പി ക്രോസ് ക്യൂവിൻ്റെ ഒരു സബ്സെറ്റ് കിട്ടി. ആൻഡ് അതാണ് എൻ്റെ റിലേഷൻ. അതിനെ ഞാൻ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ റിലേഷൻസ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്പർ ഓഫ് റിലേഷൻസ് ആണ്. എന്താണ്? നമ്പർ ഓഫ് റിലേഷൻസ്. നമ്മൾ സാധാരണ പി ക്രോസ് ക്യൂ കണ്ടിരുന്നു. പി ക്രോസ് ക്യൂവിൽ എലമെന്റ്സ് എത്രയായിരുന്നു? നമ്പർ ഓഫ് പി ക്രോസ് ക്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് പി ഇൻറ്റു നമ്പർ ഓഫ് ക്യൂ ആയിരുന്നു, അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് പി ഇൻറ്റു നമ്പർ ഓഫ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഞാനിപ്പോൾ എ ബി എന്ന് വിളിക്കുകയാണെന്ന് വിചാരിച്ചോ, എ ബി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പം എ ബി ആണ് എൻ്റെ പി ക്രോസ് ക്യൂവിൻ്റെ പ്രൊഡക്റ്റ്, അതായത് പി ക്രോസ് ക്യൂവിൽ വരുന്ന എലമെൻസിൻ്റെ എണ്ണം വരുന്നത് എ ബി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സെറ്റിൽ നിന്നും എത്ര റിലേഷൻസ് കണ്ടെത്താമെന്നാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് സബ്സെറ്റുകളുടെ എണ്ണം 2n ആണ്. ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം 2n ആയിരിക്കും. സിമ്പിളാണ്. ഇവിടെ പി ക്രോസ് ക്യൂവിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കണ്ടെത്തി. എ ബി എലമെന്റ്സ് ഉണ്ട്, എ ഇൻറ്റു ബി, അത്രയും നമ്പർ ഓഫ് എലമെന്റ്സ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സബ്സെറ്റുകളാണല്ലോ റിലേഷൻസ്. പി ക്രോസ് ക്യൂവിന്റെ സബ്സെറ്റുകളാണ് റിലേഷൻസ് എങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് എന്ത് വരും? നമ്പർ ഓഫ് ആർ എന്ന് പറയുന്നത് എന്താണ്? 2ab ആണ്, അല്ലെങ്കിൽ 2 നമ്പർ ഓഫ് പി ഇൻറ്റു നമ്പർ ഓഫ് ക്യൂ. ക്ലിയർ ആണേ? ഇത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഡെഫിനിഷൻസ് ആണുള്ളത്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച്. 3 കാര്യങ്ങൾ: ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച്. ഒരു റിലേഷൻ്റെ അകത്ത് നിന്ന് എന്താണ് ഡൊമൈൻ, എന്താണ് കോഡൊമൈൻ, എന്താണ് റേഞ്ച്, ഷുവറായിട്ടും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഒരു റിലേഷൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരുന്നു, അല്ലേ? പി ക്രോസ് ക്യൂവിൽ റെപ്രസെൻ്റ് ചെയ്തിരുന്നു. അപ്പം ഞാനിവിടെ ഡൊമൈനായിട്ട് എടുക്കുന്നത്, ഓക്കെ, എൻ്റെ ABC അതാണ് എന്ത്? ഡൊമൈൻ. ഞാൻ എവിടെ നിന്നാണോ എലമെൻറ്റ്സ് മാപ്പ് ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്, ഓർഡർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാണോ ആ സെറ്റുകൾ, ആ എലമെൻറ്റുകളുടെ സെറ്റാണ് എന്ത്? എൻ്റെ ഡൊമൈൻ. അപ്പോൾ ഇവിടുത്തെ ഡൊമൈൻ എന്താണ്? എൻ്റെ ഡൊമൈൻ എന്താണ്? സെറ്റ് ABC ആണ് എൻ്റെ ഡൊമൈൻ. ഓക്കെ, ഇനി റേഞ്ചാണ്. എന്താണ്? റേഞ്ചാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നുമില്ല, ഈ ഡൊമൈനുകൾ ABC ഏതൊക്കെ എലമെൻസുമായിട്ടാണ്, ഏതൊക്കെ സെക്കൻഡ് എലമെൻറ്റുമായിട്ടാണ് പെയറായി വരുന്നത്, ഏതൊക്കെ ഓർഡേഡ് പെയറുകളായിട്ടാണ് മാറുന്നത്, അതാണ് റേഞ്ച്. ഇവിടെ ഞാൻ എയും ക്യാപിറ്റൽ എയും തമ്മിൽ കണക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ റേഞ്ച് എ വരുന്നുണ്ട്. ആൻഡ് ബി ആയിട്ട് ക്യാപിറ്റൽ ബി വന്നു, ആൻഡ് ബിനോയ് വന്നു, ഭാനു വന്നു, അത് വരും. ആൻഡ് സി വന്നു, സി ചന്ദ്രു വന്നു. അപ്പം ഇതാണ് എൻ്റെ റേഞ്ച്. ഓക്കെ, ഞാൻ ഡൊമൈൻ എന്ന് വെച്ചാൽ ഏതൊക്കെ എലമെന്റ്സ് വെച്ചിട്ടാണോ ഫസ്റ്റ് എലമെന്റ് വരുന്നത്, അതായത് ഓർഡേഡ് പെയറിൽ ഏതൊക്കെ എലമെന്റ്സ് ആണോ എൻ്റെ ഫസ്റ്റ് എലമെന്റ്, അതാണ് ഡൊമൈൻ. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് ഓർഡേഡ് പെയർസിലെ റിലേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഓർഡേഡ് പെയറിൽ എഴുതിയ എല്ലാ സെക്കൻഡ് എലമെന്റുകളുമാണ് എന്ത്? റേഞ്ച്. അത് റിപ്പീറ്റേഷൻ ഇല്ലാതെ എഴുതുന്നതാണ് എന്ത്? ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് കോഡൊമൈൻ. ഓക്കെ, എന്താണ് കോഡൊമൈൻ? കോഡൊമൈൻ ഒന്നുമില്ല, ഞാനവിടെ റേഞ്ച് എന്തായിരുന്നു? എ ബി ബിനോയ് ആൻഡ് ചന്ദ്രു, ഇത്രയാണ്. അലി, ബാനു, ബിനോയ്, ചന്ദ്രു, ഇതാണ് റേഞ്ച്. ഇത് കൂടാതെ എൻ്റെ കയ്യിൽ ഒരാളെ പേര് കൂടി ഉണ്ടായിരുന്നു, ദിവ്യ. അപ്പം ഈ ക്യൂ എന്ന് പറയുന്ന ഫുൾ സെറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് പേരാണെന്ത്? എയും ബിയും ബിനോയും ചന്ദ്രു, അല്ലേ?
അപ്പം ആ ഫുൾ സെറ്റാണെന്ത്, നമ്മൾ റേഞ്ച് കണ്ടുപിടിച്ച റേഞ്ച് ഉൾപ്പെടുന്ന ഫുൾ സെറ്റാണെന്ത്, ഡൊമൈൻ. കോ ഡൊമൈൻ. എൻ്റെ കോ ഡൊമൈൻ എന്താണ്? റേഞ്ച് വന്നിട്ടുള്ള, അല്ലെ റേഞ്ച് എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, ആ ഒരു വലിയ സെറ്റാണെന്ത്, കോ ഡൊമൈൻ. ഓക്കെ, ഓർത്ത് വെക്കുക. കോ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്. ഇത് രണ്ടും സെയിം ആവുന്ന സാഹചര്യം ഉണ്ടാവാം. റേഞ്ച് തന്നെ കോ ഡൊമൈൻ ആയിട്ട് വരാം. ഇവിടെ ഇപ്പോൾ ദിവ്യ എന്ന് പറയുന്ന ഒരു പേരില്ലായിരുന്നെങ്കിൽ എൻ്റെ കോ ഡൊമൈനും റേഞ്ചും എന്താണ്, സെയിം ആണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് റേഞ്ച് എന്ന് പറയുന്നത് സബ്സെറ്റ് അല്ലെങ്കിൽ അത് ഈക്വൽ ടു കോ ഡൊമൈൻ ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ ഡൊമൈൻ, റേഞ്ച്, കോ ഡൊമൈൻ, ഇതിന്റെ കാര്യം ഡെഫിനിഷൻ ഓർത്ത് വെക്കണമെന്നില്ല. നിങ്ങൾ എന്താ കണ്ടന്റ്, എന്താണ് സംഭവം എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മൾ റിലേഷൻസ് പറഞ്ഞു, നമ്പർ ഓഫ് റിലേഷൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആദ്യത്തെ ചോദ്യം നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 1, 2, 3 എക്സെട്രാ അപ് ടു 14 നാച്ചുറൽ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു എ. എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് റിലേഷൻ നമുക്ക് എടുക്കേണ്ടത്. അതായത് എൻ്റെ ഡൊമൈൻ വരുന്നതും അതേപോലെ റേഞ്ച് വരുന്നതുമായിട്ടുള്ള സെറ്റ് എന്താണ്, എ തന്നെയാണ്. ആൻഡ് ബൈ, അവിടെ റിലേഷൻ എന്താണ് തന്നിട്ടുള്ളത്, എക്സ് കോമ വൈ എന്ന് പറയുന്ന ഓർഡർഡ് പെയർ എങ്ങനെയായിരിക്കണം, 3x - y = 0 വേർ എക്സ് ആൻഡ് വൈ എവിടെ തന്നെയാണ്, എ തന്നെയാണ്, ബിലോങ്സ് ടു എ. റൈറ്റ് ഡൗൺ ഇറ്റ്സ് ഡൊമൈൻ, കോ ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നും ചെയ്യണ്ട, നമുക്ക് എക്സും വൈയും എവിടെ തന്നെയുള്ള ആളാണ്, എയിൽ തന്നെയുള്ള ആളാണ്. അതെ, നമുക്ക് ഇതാ ഇവിടെ 14 നമ്പേഴ്സ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 and 14. ഓക്കെ, അപ്പം എക്സിന് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കൊടുത്തിട്ട് വൈയിലേക്ക് മാറ്റാം. അതെ, അതായത് ഈ 3x - y = 0 ഞാനൊന്ന് മാറ്റി എഴുതാൻ പോവാണ്. 3x - y = 0 എന്ന് വെച്ചാൽ എന്താണ്, 3x = y അല്ലേ. അപ്പോൾ 3ന്റെ ഏതാണ് ഇതിൽ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്, 3ന്റെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ ഏതാണ്, 3 × 4 ആണ് വരുന്നത്. 3 × 4 ആണെന്ത്, 12 ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് 13, 14 ആണ്. ഈ നമ്പർ എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് എലമെന്റ്സ് മാപ്പ് ചെയ്യാനുള്ളത് നമുക്ക്. അതായത് റിലേഷൻ എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. സോ എയിലുള്ള എലമെന്റ്സ് തന്നെ ആയിരിക്കണം എക്സും വൈയും. സോ വൈക്ക് മാക്സിമം പോസിബിലിറ്റി എത്രയാണ്, 12 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഏതൊക്കെ ആയിരിക്കും വരിക, ഞാനിതാ എൻ്റെ ഡൊമൈൻ എഴുതാൻ പോവാ. ഓക്കെ, ഞാൻ ഡൊമൈൻ എഴുതുന്നതിന് മുൻപേ ആദ്യം നമുക്ക് ഇതിൽ വരുന്ന ഓർഡേർഡ് പേഴ്സുകളൊക്കെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, എൻ്റെ റിലേഷൻ നോക്കിക്കേ. ഞാൻ എക്സിന് 1 എടുത്തു. 1 എടുക്കുന്ന സമയത്ത് വൈ എനിക്ക് എന്താണ് വരിക, വൈ എന്താണ് വരിക, എക്സ് 1 എടുത്ത് കഴിയുമ്പോൾ വൈ എന്ത് വരും, 3 × 1 3 വരും. ഓക്കെ, 1 3 എന്നുള്ള ഒരു ഓപ്ഷൻ വന്ന് കഴിഞ്ഞു അല്ലേ. ആൻഡ് എക്സിന് ഞാൻ 2 കൊടുത്തു. 2 × 3 6 വരും. എൻ്റെ വൈ 6 വരും. ആൻഡ് അടുത്ത പേർ 3 × 3 9 വന്നു. ആൻഡ് 4 × 3 വരുന്ന സമയത്തോ എൻ്റെ വൈ വരുന്നത് 12 ആണ്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് എന്ത്, എനിക്ക് റിലേഷൻ അവിടെ കിട്ടുന്നത്. റിലേഷൻസിൽ 4 എലമെന്റ്സ് ആണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. എൻ്റെ എ എന്ന് പറയുന്ന എ ക്രോസ് എയിൽ എനിക്ക് വരുന്ന റിലേഷൻ്റെ സബ്സെറ്റ് ഏതാണ്, റിലേഷനായിട്ട് വരുന്ന സബ്സെറ്റ് 1 3 2 6 3 9 4 14 ആണ്. വിത്ത് റിലേഷൻ ഏതാണ്, 3x - y = 0 എന്ന് കിട്ടണം. ക്ലിയർ ആണല്ലോ. 3x - y = 0 ഞാനൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. വൈനെ ഞാൻ RHSലേക്ക് കൊണ്ടുവന്നു, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു, ഈക്വൽൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ആൻഡ് 3x എന്ത് കിട്ടി, y എന്ന് കിട്ടി. അപ്പം എന്നിട്ട് എക്സിന് ഞാൻ ഓരോ നമ്പേഴ്സ് ഇങ്ങനെ കൊടുത്തു തുടങ്ങി. 1 2 3 4 എന്നിങ്ങനെ കൊടുത്തു. ആൻഡ് എക്സ് ആയിരിക്കണം എൻ്റെ ആദ്യത്തെ ഓർഡേഡ് പെയറിലെ ആദ്യത്തെ എലമെന്റ് എക്സ് ആയിരിക്കണം. ആൻഡ് വൈ ആയിരിക്കണം എൻ്റെ സെക്കൻഡ് എലമെന്റ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് 1 കൊടുത്ത സമയത്ത് എനിക്ക് 1 × 3 വൈ എന്ത് വന്നു, 3 എന്ന് വന്നു. 2 കൊടുത്ത സമയത്ത് 2 × 3 6 എന്ന് വന്നു. 3 കൊടുത്ത സമയത്ത് 9 വന്നു. 4 കൊടുത്ത് വന്നപ്പോൾ 12 വന്നു. ആൻഡ് നമുക്കറിയാം എന്ത്, എയിൽ നിന്ന് എയിലേക്കാണ് റിലേഷൻ പോകുന്നത്. സോ മാക്സിമം നമ്പർ 14 ആണ്. എനിക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം നമ്പർ 14 ആണ്. പക്ഷെ 14 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ആൻഡ് 13ഉം 3ന്റെ മൾട്ടിപ്പിൾ അല്ല. പിന്നെ വരുന്ന ഏറ്റവും വലിയ മൾട്ടിപ്ലയർ ആണ് 12 ആണ്. സോ 12 വൈ വരുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ ചെയ്തു പോകാം. സോ എനിക്ക് 4 എലമെന്റ്സ് ആണ് ഈ റിലേഷനിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിലെ ഡൊമൈൻ, കോ ഡൊമൈൻ ആൻഡ് റേഞ്ച് കണ്ടെത്താലോ. ഓക്കെ,
നമ്മളെ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഡൊമൈൻ കിട്ടും. എന്താണ് എൻ്റെ ഡൊമൈൻ? ഡൊമൈനിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 4 ഇത്ര എലമെൻറ്റ്സേ പറ്റുള്ളൂ. ആൻഡ് എൻ്റെ റേഞ്ച് എന്താണ്? സെക്കൻഡ് എലമെൻറ്റ്സ് എടുക്കുക, 3 6 9 and 12. ഓക്കെ ആണോ? ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേഷനിലെ ഫസ്റ്റ് എലമെന്റ് എടുക്കുക, ഓർഡർ പെയറിലെ ഫസ്റ്റ് എലമെന്റ് എടുക്കുക. ആൻഡ് റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് സെക്കൻഡ് എലമെന്റ് ആയിട്ട് വരുന്ന ഇവിടെ y റെപ്രസെന്റേഷൻ ആണ് വരുന്നത്. സോ 3 6 9 12 ആണ് എന്ത് എൻ്റെ റേഞ്ച് ആയിട്ട് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തായിരുന്നു കോഡൊമൈൻ. നമ്മുടെ റേഞ്ച് എവിടെ നിന്നാണോ കിട്ടിയിട്ടുള്ളത്, എവിടുന്ന് എവിടേക്കാണ് നമ്മൾ റിലേഷൻ കണ്ടെത്തുന്നത്. ഞാനിവിടെ എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് റിലേഷൻ കണ്ടെത്തുന്നത്. ഇവിടെയും എൻ്റെ എ തന്നെയാണ് അല്ലേ? 1 മുതൽ 14 വരെയുള്ള നമ്പേഴ്സ് തന്നെയാണ് എനിക്ക് ഇവിടെ എഴുതാനുള്ളത് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടുന്ന് 1നെ എങ്ങോട്ട് മാപ്പ് ചെയ്തു? 3ലേക്ക്, 2നെ 6ലേക്ക്, 3നെ 9ലേക്ക്, 4നെ 12ലേക്ക്. ബാക്കിയുള്ള നമ്പേഴ്സ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 3 6 9 12 അല്ലാതെ 2 4 5 എന്ന് പറഞ്ഞാൽ അങ്ങനെ 14 വരെയും ബാക്കി നമ്പേഴ്സ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ സെറ്റിൽ നിന്ന്, എ എന്ന് പറയുന്ന ഒരു വലിയ സെറ്റിൽ നിന്നാണ് എനിക്ക് 3 6 9 12 എന്നുള്ള റേഞ്ച് വന്നിട്ടുള്ളത്. സോ ആ വലിയ സെറ്റാണ് എന്ത്? എൻ്റെ കോഡൊമൈൻ. ഓർത്ത് വെക്കുക. അപ്പോൾ കോഡൊമൈൻ ഇവിടെ എന്ത് തന്നെയാണ്? കോഡൊമൈൻ എ എന്ന് പറയുന്ന സെറ്റ് ഇറ്റ് സെൽഫ് ആണ്. ഓക്കെ, അതായത് 1 മുതൽ 14 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ് എൻ്റെ കോഡൊമൈൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത് ക്ലിയർ ആണല്ലോ. ഇവിടെ ഒരു ഡൗട്ടും വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച് ഇത് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഉണ്ടാവും. റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക, റിലേഷൻ എഴുതി വെക്കുക. അതിൽ ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും ഡൊമൈൻ ആൻഡ് സെക്കൻഡ് എലമെന്റ്സ് ആയിരിക്കും റേഞ്ച്. ആൻഡ് റേഞ്ച് വന്നിട്ടുള്ള സെറ്റ് അത് ഏതാണോ അതാണ് കോഡൊമൈൻ. ഇവിടെ അത് എ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം നോക്കുക. ഡിറ്റർമൈൻ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ബൈ. ആർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എക്സ് കോമ എക്സ് പ്ലസ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഏത് സെറ്റിൽ നിന്നായിരിക്കണം? 0 1 2 3 4 5. ഓക്കെ, എക്സ് എൻ്റെ എലമെന്റ്സ് വരുന്നത് എൻ്റെ ഏത് സെറ്റിൽ നിന്നാണ്? 0 1 2 3 4 5 ആണ്. എനിക്കിവിടെ റിലേഷൻ വന്നിട്ടുള്ളത് എന്താണ്? എക്സ് പ്ലസ് 5 ആണ്. ഇതിലുള്ള എല്ലാ എലമെന്റ്സിനോടും ഞാൻ എന്ത് കൂട്ടണം? 5 കൂട്ടണം. ഓക്കെ, എൻ്റെ എക്സ് എവിടെ നിന്നാണ് വരുന്നത്? 0 1 2 3 4 5 എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ് എൻ്റെ എക്സ് വരുന്നത്. അതായത് ആ 6 നമ്പേഴ്സും എൻ്റെ ഡൊമൈനാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ റിലേഷൻ തുടങ്ങുന്നത്, എൻ്റെ ഓർഡേഡ് പെയറിൽ ആദ്യത്തെ എലമെന്റ് ഏതാണോ വരുന്നത് അതാണ് എൻ്റെ ഡൊമൈൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ഡൊമൈൻ ആയിട്ട് വരിക ഏതൊക്കെയാണ്? 0 1 2 3 4 5 ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ എനിക്ക് എല്ലാ എലമെന്റ്സിനോടും 5 കൂട്ടണം. പ്ലസ് 5 ആണ് പറഞ്ഞിട്ടുള്ളത്, എക്സ് പ്ലസ് 5. അപ്പോൾ 0 എങ്ങോട്ട് മാപ്പ് ചെയ്യും? 0 5ലേക്ക് പോകും, 1 6ലേക്ക് പോകും, 2 7 3 8 4 9 and 5 10. ഓക്കെ, ഇത്രയൊക്കെ ആണല്ലോ. അപ്പം എൻ്റെ ഈ റിലേഷനെ ഞാനൊന്ന് നമ്മൾ ഓർഡേഡ് പെയർ ആക്കി എഴുതി നോക്കാം. 0 5. ഓക്കെ, ആൻഡ് 1 6, അടുത്തത് 2 7 3 8 4 9 and 5 10. ഇതാണ് എൻ്റെ റിലേഷനിലെ എലമെന്റ്സ് വരുന്ന സെറ്റ്. ഓക്കെ, 0 5 1 6 2 9 2 7 3 8 4 9 5 10. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡൊമൈൻ ആൻഡ് റേഞ്ച് ആണ്. ഓക്കെ, സുഖമായിട്ട് കണ്ടുപിടിക്കാമല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഡൊമൈൻ എന്ത് വരും? ഡൊമൈൻ സെറ്റ് വരുന്നത് 0 1 2 3 4 5. ഓക്കെ, ആൻഡ് റേഞ്ച് വരുന്നത് ഇത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ റിലേഷൻ കണക്ട് ചെയ്തിട്ടുള്ളത്, അതായത് എൻ്റെ സെക്കൻഡ് എലമെന്റ്സ് ആണ് പോകുന്നത്. 5 6 7 8 9 10. ക്ലിയർ ആണേ? ഓക്കെ ആണ്. ഇവിടെ റേഞ്ചും ഡൊമൈനും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആണ്? ഓക്കെ, അടുത്തൊരു ചോദ്യം. റൈറ്റ് ദ റിലേഷൻ ആർ സച്ച് ദാറ്റ്. എങ്ങനെയാണ്? എക്സ് കോമ എക്സ് ക്യൂബ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. 10ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം എക്സ്. പിന്നെ നമ്മുടെ ഓർഡേഡ് പെയർ, നമ്മളെ റിലേഷൻ എങ്ങനെയാണ്? എക്സ് ആൻഡ് എക്സ് ക്യൂബ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത് ഓർഡേഡ് പെയർ. അത് റോസ്റ്റഡ് ഫോമിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. റിലേഷനെ റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഒന്നും ചോദിച്ചിട്ടില്ല. എന്നാൽ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. ഓക്കെ, അപ്പം ഞാൻ 6 എഴുതാൻ പോവാണ്. അതിന് മുൻപ് 10ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഞാൻ ഓർമ്മിപ്പിക്കണം. 2 and 3 5 7. ഇത്രയും നമ്പേഴ്സ് ആണ് എന്ത്
10 താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ്, അതിലാകെ വരുന്ന ഒരു ഈവൻ നമ്പർ 2 ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കുക. 3 and 5 ബാക്കി വരുന്ന എല്ലാ പ്രൈം നമ്പേഴ്സും എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ 2, 3, 5നെയാണ് ഞാൻ ഈ ഒരു റിലേഷനിലേക്ക് മാറ്റാൻ പോകുന്നത്. എൻ്റെ ആദ്യത്തെ ഓർഡേഡ് പെയർ 2 and 2 cube 8 വരും അല്ലേ. ആൻഡ് 3 and 3 cube 3 into 3 9 into 3 9 into 3 27. ഓക്കെ, ആൻഡ് അടുത്തത് 5 and 125. ഓക്കെ ആണല്ലോ. ആൻഡ് അടുത്തത് 7, 7 into 7 49 into 7 57 63 ബാക്കി 6 4 7 28 28 6 34 343. ഓക്കെ, 7, 343. ഇത്രയാണ് എന്ത് എൻ്റെ റിലേഷൻ വരുന്നത്. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് ഡൊമൈൻ ആയിട്ട് ഏതൊക്കെ വരും? 2, 3, 5, 7 വരും. ആൻഡ് റേഞ്ച് ആയിട്ട് വരുന്നത് 8, 27, 125 and 343. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. എന്നാൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സിമ്പിൾ ആണ്. ലെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എക്സ് വൈ സെറ്റ് ആണ് ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റ് 1, 2 ആണ്. ആൻഡ് ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ആണ്. നമ്പർ ഓഫ് റിലേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്പർ ഓഫ് റിലേഷൻസ് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക അല്ലേ. എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? അതിനെ 2 raised to ചെയ്യാം. നമ്മൾ റിലേഷൻസ് എന്തായിരുന്നു? റിലേഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സബ്സെറ്റുകളാണ്. നമ്പർ ഓഫ് സബ്സെറ്റുകൾ ഓഫ് എ ക്രോസ് ബി ആണ്. ആൻഡ് എ ക്രോസ് ബിയിൽ എലമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ സബ്സെറ്റ് കാണാം. ഒരു സെറ്റിലെ സബ്സെറ്റ് കണ്ടെത്താൻ 2 raised to n ആണ്. n എലമെന്റ്സ് ഉള്ള സെറ്റിലെ സബ്സെറ്റുകളുടെ എണ്ണം 2 raised to n ആണ്. സോ എ ക്രോസ് ബിയിലെ എലമെന്റ്സ്, നമ്പർ ഓഫ് എ ക്രോസ് ബി ആണ് എനിക്ക് ആദ്യം കാണേണ്ടത്. എയിൽ 3 എലമെന്റ് ആണ്, ബിയിൽ 2 എലമെന്റ് ആണ്. സോ എ ക്രോസ് ബിയിൽ നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി 3 into 2 വരും. എത്ര വരും? 6 വന്നു. ആൻഡ് 2 raised to 6 ആണ് എന്ത് എൻ്റെ ഓപ്ഷൻ. 2 raised to 6 എത്ര വരും? 64 ആണല്ലേ വരിക. 64 തന്നെയല്ലേ? അതെ, 64 ആണ് വരിക. സോ നമ്പർ ഓഫ് എ ക്രോസ് ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടെത്താൻ പറ്റും. 2 raised to power ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് റിലേഷൻസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും റിലേഷൻസ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ത്രൂ അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആൻഡ് വൺസ് അഗൈൻ ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.